അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വബഅദ്. ഏറെ സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരു അഅറാബി കടന്നു വന്നു. അയാൾ ഒരല്പസമയം കഴിഞ്ഞ് പള്ളിയിൽ മൂത്രമൊഴിച്ചു. ആളുകൾ അദ്ദേഹത്തോട് ഗൗരവത്തോടു കൂടി ഇടപെട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അയാൾ മൂത്രമൊഴിച്ച ഇടത്ത് നിങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക എന്നതാണ്. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, നിങ്ങൾ എളുപ്പമുണ്ടാക്കാനാണ് അള്ളാഹു നിയോഗിച്ചത്, ബുദ്ധിമുട്ട് ഉണ്ടാക്കാനല്ല എന്ന് പറഞ്ഞു. മാന്യമായ ആ പെരുമാറ്റം കണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅന അഹദ. അള്ളാഹുവേ, എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണേ, വേറെ ആരോടും കരുണ കാണിക്കേണ്ടതില്ല എന്ന്. പെരുമാറ്റമാണ് ആളുകളെ നന്നാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ ബുഇസ്തു ലി ഉത്തിമ്മ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്നാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ആമിലിന്നാസ കമാ തുഹിബ്ബു അൻ യുആമിലൂക, നീ ആളുകളോട് പെരുമാറണം, അവർ നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ. ആളുകൾ നിന്നോട് മാന്യമായി സംസാരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ മറ്റുള്ളവരോടും നീ മാന്യമായി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നീ ആളുകൾ നിന്നോട് മാന്യമായി സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് നീ അവരോട് മോശമായി സംസാരിക്കാതിരിക്കുക എന്നതാണ് നല്ല പെരുമാറ്റമെന്നർത്ഥം. ആളുകൾ നിന്നോട് ക്ഷമിക്കണമെന്ന്, ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നിന്റെ പെരുമാറ്റത്തിൽ നിന്റെ ഇടപാടുകളിൽ ക്ഷമിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആളുകളിൽ നിന്ന് നിനക്കുണ്ടാകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ നിനക്കും സാധിക്കേണ്ടതുണ്ട്. ആളുകൾ നീയൊരു പ്രയാസത്തിൽപ്പെടുമ്പോൾ, ഒരു ബുദ്ധിമുട്ടിലാകുമ്പോൾ നിന്നെ സഹായിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരെ സഹായിക്കുന്നവനായി നീയും മാറുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. ആരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടുന്നവനെ എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു അവന് ദുനിയാവും പരലോകവും എളുപ്പമാക്കി കൊടുക്കുമെന്നാണല്ലോ. ആളുകൾ നിന്നെ വഞ്ചിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. കച്ചവടത്തിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും ആരും എന്നെ വഞ്ചിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നീ ആരെയും വഞ്ചിക്കാതെ ആളുകളോട് സത്യസന്ധരായി പെരുമാറുക. നിന്റെ ജീവിത ക്രയവിക്രയങ്ങളിൽ നീ ഒരിക്കലും ഒരാളെ വഞ്ചിക്കാതിരിക്കുക. നിന്നെ ആളുകൾ വഞ്ചിക്കാതിരിക്കണേ എന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കുക എന്ന്. ആളുകൾക്കിടയിൽ നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്നും അവർ നിന്നെ ആക്ഷേപിക്കരുത് എന്നും നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആളുകളോട് വളരെ മാന്യമായി പെരുമാറാൻ, മുതിർന്ന ആളുകളെ പ്രത്യേകിച്ച് ബഹുമാനിക്കാൻ, ചെറിയവരോട് കരുണ കാണിക്കാൻ പഠിച്ചാൽ നിന്നോടും ആളുകൾ ബഹുമാനിക്കും, നീ ബഹുമാനം അർഹിക്കുന്നവനായി മാറുമെന്ന് തിരിച്ചറിയുക. എങ്ങനെയാണോ ജനങ്ങൾ നിന്നോട് പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ തിരിച്ച് അവരോട് പെരുമാറുക എന്നത് നല്ല സ്വഭാവത്തിൻ്റെ അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കുക. സാധാരണ പറയാറുണ്ടല്ലോ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണമെന്ന്. നമ്മോട് എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തിരിച്ച് നമ്മിൽ നിന്നും തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.